ടീച്ചർ, ഈ വേടൻ ഒരുക്കുന്ന സംരക്ഷണം നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിരുന്നു. ഈ ലഹരി കേസിലൊക്കെ എപ്രകാരമാണ് വേടന് ഇടത് മാത്രമല്ല വലതുപക്ഷവും എത്തരത്തിൽ സംരക്ഷണം നൽകിയത് എന്ന് നമ്മൾ കണ്ടിരുന്നു. അന്ന് പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ റാപ്പർ വേടനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ് വന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇനി CPM എപ്രകാരമായിരുന്നു അന്ന് പിന്തുണ നൽകിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു പീഡന കേസ് റാപ്പർ വേടനെതിരെയുണ്ട്. അതിൽ സാമ്പത്തിക തട്ടിപ്പുണ്ട്, ഗുരുതരമായ വകുപ്പുകളുണ്ട്. എന്നിട്ടും റാപ്പർ വേടൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോലീസിനാകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ സമാജത്തിൽ പ്രത്യേകമായ സാമൂഹ്യ പരിരക്ഷ നേടുന്ന വിഭാഗങ്ങളോടൊക്കെ നമ്മൾ പരിഗണനയുണ്ട് എന്ന് പറയുമ്പോഴും ആ പരിഗണനയിലും മറ്റു ചില പരിഗണനകൾ കടന്നുകൂടുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിയമങ്ങളും അതുപോലെ തന്നെ ഭരണകൂടവും മറ്റു നമ്മൾ പൊതുപ്രവർത്തകരും എല്ലാം സ്ത്രീപക്ഷത്തോട് ചേർന്നാണ് നിൽക്കേണ്ടത്. അവരൊരു പരാതി കൊടുത്തു, അത് സത്യമാണോ അല്ലയോ എന്താണോ അതിൽ എത്രത്തോളം ഇത് കോടതിയാണ് തെളിയിക്കേണ്ടത്. അപ്പൊ അവർ കൊടുത്ത പരാതിക്ക് അതിൻ്റെതായ വിലയുണ്ടായിരിക്കണം. അത് അല്ലാതെ നമ്മൾ സ്ത്രീപക്ഷ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ സ്ത്രീകളോടൊപ്പം എന്നൊക്കെ പറയുന്ന സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം കേരളത്തിന്റെ പ്രത്യേകതയാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലൊരു സ്ത്രീ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിന് പറയുന്ന ഒരു ഇരയെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതൊക്കെ വെറുതെയാണ്. ആരുമില്ല, നമുക്ക് താനും പെരക്കി തൂണും എന്നൊരവസ്ഥയാണ്. അത് സ്ത്രീ ആയാലും സാമൂഹ്യ പരിരക്ഷ കിട്ടുന്ന വിഭാഗമായാലും ആരായാലും എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇവർക്കൊക്കെ തന്നെ സംഘടിതമായ വിഭാഗങ്ങളെ വോട്ടെങ്ങനെയോ അതിനനുസരിച്ചാണ് നിയമമൊക്കെ ഉണ്ടാക്കി പോകുന്നത്. ഇനി അതുമല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അത് വ്യക്തികളാകാം, അവർക്ക് പ്രത്യേകമായ രാഷ്ട്രീയ പിൻബലമൊന്നും കിട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഒരു കേസിലും നീതി കിട്ടില്ല എന്നാണ് ഇതിന്നൊക്കെ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ടീച്ചർ, ഈ നാൾ മുൻപ് ഈ ലഹരി കേസും വനംവകുപ്പ് വേടനെതിരെ ചുമത്തിയ കേസിലേക്കും കൂടി ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് എത്താം. കാരണം അന്ന് ഒരു കാരണവശാലും വേടനെ വേട്ടയാടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇപ്പോഴും ആ സംരക്ഷണത്തിൽ തുടരുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇവിടെ വേട്ടയാടേണ്ട വിഷയമില്ലല്ലോ. കാരണം അന്വേഷിച്ചാൽ ആര് നിരപരാധിയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതല്ലേ നമ്മുടെ നിയമ സംവിധാനം. പിന്നെ എങ്ങനെയാണ് ഇത് വേട്ടയാടുക എന്ന് പറയുന്നത്? മയക്കുമരുന്ന് കൃത്യമായി പിടിച്ചതല്ലേ, താൻ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കൺഫസ് ചെയ്തതാണ്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ചതിയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ കുടുക്കിയതാണോ, ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെ തുറന്നു പറഞ്ഞാണല്ലോ കയ്യിൽ നിന്നല്ലേ പിടിച്ചത്. അപ്പൊ ഇതെല്ലാം നടന്ന സംഭവമാണ്. പിന്നീട് നിരപരാധിയാണ് എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ ഇത് അത്ര കുഴപ്പമുള്ളതല്ല, ഇതിന്റെ തീവ്രത അളക്കേണ്ടത് കോടതിയല്ലേ. അതിലെത്തുന്നതിന് മുമ്പ് രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ പിൻബലം നൽകുന്നത് നാട് നന്നാകരുത് എന്നുള്ള മോഹം കൊണ്ടാണ്. ചെറുപ്പക്കാർ വഴിതെറ്റി പോകണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. കാരണം ബുദ്ധിയും ബോധമുള്ള ചെറുപ്പക്കാരൊന്നും ഇവരുടെ രാഷ്ട്രീയത്തെ പിൻപറ്റില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ഇങ്ങനെ വഴിവിട്ട ലൈംഗിക കേളികളിലും അല്ലെങ്കിൽ മയക്കുമരുന്നിലും ഒക്കെ മുങ്ങിക്കിടക്കണം. ഈ നാടിന്റെ സംസ്കാരം നശിപ്പിച്ചേ ഇവർക്കൊക്കെ അതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇവർ ഈ കൃമികീടങ്ങളെ പോലെയാണ്. അവർക്ക് അഴുക്കിലും വിസർജ്യത്തിലും ഒക്കെ അല്ലേ വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ തരത്തിൽ നാടിനെ അതിന്റെ ശരിയായ പോക്കിനെ എങ്ങനെയൊക്കെ അഴുക്കിലേക്ക് തള്ളിവിടാമോ അതിനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി KP ശശി ടീച്ചർ പ്രതികരിച്ചതിന്.